പശ്ചിമഘട്ട സംരക്ഷണം സംബന്ധിച്ച് VN ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലെ ഉൾക്കൊള്ളാവുന്ന കാര്യങ്ങൾ അംഗീകരിക്കുക തന്നെ വേണമെന്ന് മന്ത്രി പി പ്രസാദ്. പശ്ചിമഘട്ട മേഖലയിലുണ്ടായ ദുരന്തങ്ങളുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് വേണം ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടുകളെ സമീപിക്കേണ്ടത്. റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടിയ നടപടികൾ സ്വീകരിക്കാത്തതുകൊണ്ടാണോ ദുരന്തങ്ങൾ ഉണ്ടാകുന്നതെന്ന് പരിശോധിക്കണമെന്നും മന്ത്രി പി പ്രസാദ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പശ്ചിമഘട്ട സംരക്ഷണം സംബന്ധിച്ച VN ഗാഡ്ഗിൽ റിപ്പോർട്ട് പ്രസക്തമെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയായ മന്ത്രി പി പ്രസാദ്. ഈ റിപ്പോർട്ടുകൾക്കകത്ത് നമുക്ക് ഉൾക്കൊള്ളേണ്ടുന്നവയെ ഉൾക്കൊണ്ടേ മതിയാവുകയുള്ളൂ. അതിൻ്റെ പ്രസക്തമാവുന്ന എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളേണ്ടതാണ്. എങ്ങനെ നടപ്പിലാക്കാൻ പറ്റുമെന്നുള്ളത് പശ്ചിമഘട്ട മേഖലയിലെ ജനതയുമായിട്ട് ആലോചിച്ച് അവരെ കൂടി വിശ്വാസത്തിലെടുത്ത് അവരുടെ കൂടി അഭിപ്രായം കേട്ടിട്ടാണ് ഏത് റിപ്പോർട്ടും നടപ്പിലാക്കാൻ. അതുകൊണ്ട് ഒന്നിനെയും നമ്മൾ തള്ളിക്കളയേണ്ട ആവശ്യമില്ല. അതിനകത്ത് സ്വീകരിക്കാൻ പറ്റുന്നവയെല്ലാം സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടുകളെ നഖശികാന്തം എതിർക്കുന്നവരോട് മന്ത്രി പി പ്രസാദിന് പറയാനുള്ളത് ഇതാണ്. 2-3 ദുരന്തങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് കവളപ്പാറയായാലും വെട്ടിമുടി ആയാലും ഇപ്പോൾ ഈ ചൂരൽമലയും മുണ്ടക്കൈയും ആയാലും ഇനി നാദാപുരം മണ്ഡലത്തിൻ്റെ ഭാഗങ്ങൾ ഉണ്ടായതായാലും ഇങ്ങനെ നിരവധിയായ ഇടങ്ങളിൽ ഉണ്ടായ ഈ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലുമെല്ലാം പശ്ചിമഘട്ട മേഖലയിലാണ്. ഈ പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠനം നടത്തിയവർ ഈ മേഖലയ്ക്ക് എന്തെങ്കിലും പ്രാധാന്യം പറഞ്ഞിരുന്നോ? നമ്മൾ എന്തെങ്കിലും മുൻകരുതൽ ഇനി സ്വീകരിക്കേണ്ടതുണ്ടോ? നാളുകളിൽ നമ്മൾ എങ്ങനെയായിരിക്കണം ആ കാര്യത്തിൽ ചെയ്യേണ്ടുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. പശ്ചിമഘട്ട മേഖലയിലെ ഭൂവിനിയോഗം സംബന്ധിച്ച് പുതിയ ആലോചനകൾ ആവശ്യപ്പെടുന്ന സാഹചര്യമാണ് സംഭവിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. പശ്ചിമഘട്ടങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ദുരിതങ്ങളുടെയും ദുരന്തങ്ങളുടെയും അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് അതിനെ കൂടി കണക്കിലെടുത്തുകൊണ്ട് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ നമ്മൾ സമീപിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. റിപ്പോർട്ടർ ആർ ശ്രീജിത്ത്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.